കോളേജ് പഠനകാലത്ത് ക്യാന്റീൻ തുറക്കാൻ വേണ്ടി സമരം നടത്തിയ പഴയ യൂണിയൻ ചെയർമാൻ അവിടെ വിളമ്പുകാരനായ കഥയാണ് ഈരാറ്റുപേട്ട സ്വദേശി രാജയുടേത്. ക്യാമ്പസിനോടുള്ള ഗൃഹാതുരത്വമാണ് രാജയെ ഇത്തരമൊരു തൊഴിൽ കണ്ടെത്താൻ പ്രേരിപ്പിച്ചത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ ക്യാന്റീനിൽ ഓർമ്മകളോടൊപ്പം ഭക്ഷണവും വിളമ്പുകയാണ് പൂർവ്വ വിദ്യാർത്ഥിയായ രാജ. മഹാരാജാസ് കോളേജും രാജയും തമ്മിൽ പേരിൽ മാത്രമല്ല ബന്ധമുള്ളത്. ക്യാമ്പസിന്റെ മർമ്മമറിഞ്ഞ് കഴിഞ്ഞ 6 വർഷമായി രുചി വിളമ്പുകയാണ് പൂർവ്വ വിദ്യാർത്ഥിയായ രാജ. 2004-6 ബാച്ചിൽ MA പൊളിറ്റിക്സ് വിദ്യാർത്ഥിയായിരുന്നു. പഠനത്തോടൊപ്പം രാഷ്ട്രീയത്തിലും രാജ തിളങ്ങി. കോളേജിൽ നിന്ന് മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച് യൂണിയൻ ചെയർമാനായി. കോളേജിൽ ചേരുമ്പോൾ പൂട്ടിയിരുന്ന ക്യാന്റീൻ തുറപ്പിക്കാനായി പിന്നീട് സമരം. പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങി ജോലി നോക്കുമ്പോഴാണ് എന്തുകൊണ്ട് ക്യാന്റീനിൽ തന്നെ ഒരു കൈ നോക്കിക്കൂടാ എന്ന് രാജയ്ക്ക് തോന്നിയത്. കയ്യിൽ B.Ed.ഉം MA.യും ഉണ്ടായിട്ടും പഠിച്ചിറങ്ങിയ കലാലയത്തോട് തോന്നിയ സ്നേഹം രാജയെ തിരിച്ചെത്തിച്ചു. ഇവിടെ ഇപ്പം സാധാരണ പഠിച്ചു പോയവർക്ക് വരുമ്പം എന്തെങ്കിലും വർഷത്തിൽ 1-2 ദിവസം അവർ വരുന്നു. ഞാനങ്ങനെയല്ല, എല്ലാവരും എന്നോട് അസൂയോട് പറയാറുണ്ട്, എടാ നീ അവിടെ പഠിച്ച് നിനക്ക് അവിടെ തന്നെ ജീവിക്കാൻ പറ്റുന്നു, ഞാൻ അവിടെ കിടന്നുറങ്ങാൻ പറ്റുന്നു, അവിടെ 24 മണിക്കൂർ നീ അവിടെ ഉണ്ട്, ഇതുപോലൊരു ഭാഗ്യം വേറെ ആർക്കും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. വിദ്യാർത്ഥികൾക്കും രാജയെക്കുറിച്ച് പറയുമ്പോൾ 100 നാവ്. ഞങ്ങൾ കോളേജിൽ വന്നിട്ട് ക്ലാസ്സിൽ കയറിയില്ലെങ്കിലും മസ്റ്റായിട്ട് ക്യാൻറ്റീനിൽ കയറാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ ഫുഡും പിന്നെ പുറത്ത് ഹോട്ടലുകളെക്കാളും വളരെയേറെ വിലക്കുറവാണ്. കോളേജിനോടൊരു മതിപ്പുള്ളതുകൊണ്ടാണല്ലോ ഇവിടെ തന്നെ വീണ്ടും കോളേജിലെ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ചായ ഉണ്ടാക്കി കൊടുക്കാനൊരു മനസ്സ് അദ്ദേഹം ഉണ്ടായത്. നല്ല ജോലി കിട്ടിയിട്ട് പോലും അതിന് പോകാതെ ഇങ്ങനൊരു രീതിയിലേക്ക് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. വിലക്കയറ്റം വരുമാനം കുറയ്ക്കാറുണ്ടെങ്കിലും കോളേജിനോടുള്ള ബന്ധം നിലനിർത്താൻ കഴിയുന്നതിൽ രാജയ്ക്ക് ചാരിതാർത്ഥ്യമുണ്ട്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ മനോജ് PL-നൊപ്പം നിതീഷ് ബാലൻ,